രാവിലെ എഴുന്നേൽക്കുമ്പോഴത്തേന് ഭയങ്കര ഒരു ഗ്ലോയി എഫക്റ്റ് ഒക്കെ കിട്ടാനായിട്ട് ഹെൽപ്പ് ചെയ്യും. ബേബി സോഫ്റ്റ് ആയിട്ടുള്ള കാല് കേട്ടോ. ഹലോ ആൻഡ് വെൽക്കം ബാക്ക് ടു അനദർ ബ്യൂട്ടിഫുൾ എപ്പിസോഡ് ഓഫ് ആദീസ് വേൾഡ്. അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് കേട്ടോ. സോ ഞാൻ കുറേ നാളായിട്ട് യൂസ് ചെയ്യുന്ന ഒരു പ്രൊഡക്റ്റിനെ പറ്റിയിട്ടാണ് ഇന്ന് റിവ്യൂ ചെയ്യാനായിട്ട് വന്നിട്ടുള്ളത്. അല്ലെങ്കിൽ എനിക്കറിയാവുന്ന കാര്യങ്ങൾ, എനിക്ക് എങ്ങനെയാണ് അത് ഉപയോഗപ്രദമായിട്ടുള്ളത്, ഇതെങ്ങനെ ഉപയോഗിക്കാം, ആർക്കൊക്കെ ഉപയോഗിക്കാം, എപ്പോഴാണ് ഉപയോഗിക്കേണ്ടത് എന്നുള്ളതിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് ഞാൻ ഈ വീഡിയോയിലൂടെ പറയുന്നുണ്ട്. നിങ്ങൾ തമ്പനയിൽ കണ്ട ആൾ തന്നെയാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോയുടെ താരം, മറ്റാരുമല്ല, നമ്മുടെ സ്വന്തം വാസലിൻ. സോ വാസലിൻ ഇത് വൈറ്റ് വാസലിനാണ് കേട്ടോ. ഇതിൻ്റെ തന്നെ യെല്ലോയും അവൈലബിൾ ആണ്. ഞാൻ യൂസ് ചെയ്തിട്ടുള്ളത് വൈറ്റ് ആണ്, അതുകൊണ്ട് തന്നെ ഞാൻ റിവ്യൂ ചെയ്യുന്നത് ഈ വൈറ്റ് പെട്രോളിയം ജെല്ലി. വാസലിൻ എന്ന് പറയുന്നത് ഒരു പെട്രോളിയം ജെല്ലിയാണ് കേട്ടോ. ഇത് ഒക്ലൂസീവ് ആണ്, അത് നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ട കാര്യം. ഞാൻ നേരത്തെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു നമ്മുടെ ഗ്ലിസറിനെ പറ്റിയിട്ട്. ഇതെല്ലാം ഡ്രൈ സ്കിന്നിന് ഭയങ്കരമായിട്ട് യൂസ്ഫുൾ ആയിട്ടുള്ള പ്രൊഡക്റ്റുകളാണ്. അപ്പോൾ ഗ്ലിസറിൻ എന്ന് പറയുന്നത് ഒരു ഹ്യൂമക്റ്റൻ്റ് ആണ് കേട്ടോ, പക്ഷേ ഇത് ഒരു ഒക്ലൂസീവ് ആണ്. ഹ്യൂമക്റ്റൻറ്റും ഒക്ലൂസീവും തമ്മിലുള്ള ഡിഫറൻസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഹ്യൂമക്റ്റൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മോയ്സ്ചറിനെ ബോഡിയിലേക്ക് അല്ലെങ്കിൽ സ്കിന്നിലേക്ക് അട്രാക്റ്റ് ചെയ്ത് വെക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യും. അതേസമയം ഈ വാസലിൻ പോലെയുള്ള ഒക്ലൂസീവ് എന്ന് പറയുന്നത് നമ്മുടെ സ്കിന്നിലുള്ള വാട്ടറിനെ അല്ലെങ്കിൽ ആ ഒരു മോയ്സ്ചറിനെ ലോക്ക് ചെയ്ത് വയ്ക്കാനാണ് ഹെൽപ്പ് ചെയ്യുന്നത്. ഇതൊരിക്കലും അട്രാക്റ്റ് ചെയ്ത് വയ്ക്കില്ല, ഇത് ലോക്ക് ചെയ്താണ് കേട്ടോ വയ്ക്കുന്നത്. സോ ഇതെങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത്, എന്തിനൊക്കെ ഉപയോഗിക്കാൻ പറ്റും എന്നുള്ളതാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് കേട്ടോ. സോ ഫസ്റ്റ് വൺ, ഞാൻ പ്രധാനമായിട്ട് ഇത് നമുക്ക് ഒരുപാട് സ്കിൻ കെയർ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് യൂസ് ചെയ്യാം. അതായത് ഒരു പ്രോഡക്റ്റ് മൾട്ടിപർപ്പസ് ആണ് കേട്ടോ. പല കാര്യങ്ങൾക്ക് പല നമ്മുടെ ഓർഗൻസിൽ യൂസ് ചെയ്യാം. ഓർഗൻസ് മീൻസ് നമ്മുടെ ഐസ്, ലിപ്സ്, സ്കിൻ, അങ്ങനെ പലയിടത്ത് വേണമെങ്കിൽ നമുക്ക് യൂസ് ചെയ്യാം കേട്ടോ. സോ ഫസ്റ്റ് ഞാൻ പറയാൻ പോകുന്നത് എല്ലാവരും ഫേസ് ചെയ്യുന്നൊരു പ്രശ്നമാണ്. വിൻ്റർ സീസൺ ആയി കഴിയുമ്പോഴത്തേന് ലിപ്സ് എന്ന് പറയുന്നത് ക്രാക്ക് ആവും, അല്ലെങ്കിൽ ലിപ്സ് ഭയങ്കരമായിട്ട് ഡ്രൈ ആവുന്ന ഒരു കണ്ടീഷൻ ഉണ്ടാവും. സോ അങ്ങനെയുള്ളവർക്ക് ഈ ഒരു സാധനം, ഞാൻ ഡേ ടൈമിലല്ല പറയുന്നത്, ഇത് എവിടെയാണെങ്കിലും, ഇപ്പോൾ ഞാൻ പറയാൻ പോകുന്ന പലയിടത്ത് അപ്ലൈ ചെയ്യുന്ന കാര്യങ്ങൾ പറയുന്നുണ്ട്. ഇത് എവിടെ അപ്ലൈ ചെയ്യുകയാണെന്നുണ്ടെങ്കിലും നിങ്ങൾ നൈറ്റ് ടൈമിൽ മാത്രമേ അപ്ലൈ ചെയ്യാനായിട്ട് പാടുള്ളൂ, ഡേ ടൈമിൽ ഒരിക്കലും അപ്ലൈ ചെയ്യില്ല കേട്ടോ. സോ ഫസ്റ്റ് നമ്മൾ പറഞ്ഞതുപോലെ ലിപ്സിൽ എങ്ങനെ അപ്ലൈ ചെയ്യാമെന്ന് നോക്കാം. ലിപ്സിൽ നമ്മൾ അപ്ലൈ ചെയ്യുന്നത് നൈറ്റ് നമ്മൾ ലിപ്പൊക്കെ ക്ലെൻസ് ചെയ്ത് നമ്മുടെ ഫുൾ റൂട്ടീൻസ് എല്ലാം കഴിഞ്ഞതിന് ശേഷം കിടക്കാൻ പോകുമല്ലോ. അപ്പോൾ കിടക്കാൻ പോകുമ്പോഴത്തേനും ഒരു തിക്ക് ലെയർ ആയിട്ട് തന്നെ നമുക്ക് വാസലിൻ, മറ്റൊന്നും അപ്ലൈ ചെയ്യേണ്ട ആവശ്യമില്ല, വാസലിൻ അപ്ലൈ ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമുക്ക് കിടന്നുറങ്ങാം. ഇനി നിങ്ങളുടെ ലിപ്പ് നല്ല രീതിയിൽ ഡ്രൈ ആണ്, ക്രാക്സ് ഒക്കെ ഉള്ളവരാണെന്നുണ്ടെങ്കിൽ ആദ്യം നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ലിപ് ബാം പുരട്ടിയിട്ട് അതിന് മുകളിലോട്ട് ഈ വാസലിൻ ഇട്ട് കൊടുക്കുക. കാരണം ഡ്രൈ ആയിട്ടിരിക്കുകയാണ്, ഞാൻ പറഞ്ഞല്ലോ, നമ്മളിത് എവിടെ അപ്ലൈ ചെയ്യുന്നു അതിനെ സീൽ ചെയ്ത് വെക്കുകയാണ് ഈ വാസലിൻ ചെയ്യുന്നത്. ഒരു സീലാണ് അല്ലേ. സോ ഡ്രൈ ആയിട്ടിരിക്കുന്ന ലിപ്സിൽ നമ്മൾ അപ്ലൈ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ പ്രത്യേകിച്ച് ഗുണമൊന്നും കിട്ടാൻ പോണില്ല, കാരണം ഓൾറെഡി ഡ്രൈ ആണല്ലോ. അതേസമയം നമ്മൾ ചെറിയ രീതിയിലൊരു ലിപ് ബാം ഒക്കെ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഒരു മോയ്സ്ചർ എഫക്റ്റ് കിട്ടും, ഒരു ഹൈഡ്രേറ്റഡ് ആയിട്ടിരിക്കും. ആ സമയത്ത് നമ്മൾ ഈ നമ്മുടെ ഈ വാസലിൻ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ ആ മോയ്സ്ചർ മെയിൻറ്റെയിൻ ചെയ്ത് ലോക്ക് ചെയ്ത് വെക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യും. സോ ലിപ്പിൽ നിങ്ങൾക്ക് അങ്ങനെ അപ്ലൈ ചെയ്ത് കൊടുക്കാം. പിന്നെ ഇത് ഐലാഷസ് വളരാനായിട്ട് ഹെൽപ്പ് ചെയ്യും. ഐലാഷസ് വളരാൻ എങ്ങനെയാണ് ഹെൽപ്പ് ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നിങ്ങൾ ചെറിയ രീതിയിൽ വളരെ കുറച്ച് എടുത്താൽ മതി കേട്ടോ. ചെറുതായിട്ട് എടുത്തിട്ട് കയ്യിലെടുത്ത് ഇങ്ങനെ ഒന്ന് തിരുമ്മി കഴിഞ്ഞ് കഴിഞ്ഞാൽ ചെറിയൊരു വാം എഫക്റ്റ് കിട്ടും. അത് വെച്ചിട്ട് നമ്മുടെ ഐലാഷസിൽ ഇങ്ങനെ നിങ്ങൾക്കൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഇതും രാത്രി കിടക്കാൻ പോകുന്നതിന് മുന്നേ നിങ്ങൾ ചെയ്യുക. 2 ഐലാഷസിനും ചെയ്തതിന് ശേഷം കിടക്കുക. ഐലാഷസ് വളരാൻ ഹെൽപ്പ് ചെയ്യും. നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ വാട്ടറിനെ ലോക്ക് ചെയ്ത് വെച്ചിട്ട് ഒരു ഹൈഡ്രേറ്റഡ് എഫക്റ്റ് തരും. അതുമൂലം നമ്മുടെ ഐലാഷസ് പൊഴിഞ്ഞു പോകുന്നത് ഇത് തടയും കേട്ടോ. സോ അങ്ങനെ നമുക്ക് ഐലാഷസ് വളർത്താനായിട്ട് ഹെൽപ്പ് ചെയ്യും. സെയിം നമുക്ക് ഐബ്രോയിലും അപ്ലൈ ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഐബ്രോയിലും അപ്ലൈ ചെയ്ത് കൊടുക്കാം. സോ ലിപ്സ്, ഐലാഷസ്, ഐബ്രോസ്. ഇനി നിങ്ങളുടെ ഫേസ് ഭയങ്കര ഡ്രൈ ആയിട്ടിരിക്കുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ രാത്രിയിലെ സ്കിൻ കെയർ റൂട്ടീൻസ് കഴിഞ്ഞിട്ട് ഞാൻ പ്രത്യേകം പറയുന്നു, നിങ്ങൾ ഒരു മോയ്സ്ചറൈസർ ഇട്ടതിന് ശേഷം മാത്രം വാസലിൻ അപ്ലൈ ചെയ്ത് കൊടുക്കുക കേട്ടോ. പിന്നെ രാത്രിയിൽ പല റൂട്ടീൻസുള്ള ആൾക്കാരുണ്ടാവും, സെറം, മോയ്സ്ചറൈസർ, അങ്ങനെ പല കാര്യങ്ങൾ ഇടുന്ന ആൾക്കാരുണ്ടാവും. അപ്പോൾ അതെല്ലാം അപ്ലൈ ചെയ്തതിന് ശേഷം നിങ്ങൾ ഏറ്റവും ലാസ്റ്റ് സ്റ്റെപ്പായിട്ട് നിങ്ങൾക്ക് ഈ വാസലിൻ അപ്ലൈ ചെയ്യാം. നല്ല തിക്ക് ലെയർ ആയിട്ട് തന്നെ, ഡ്രൈ സ്കിൻ ആണെങ്കിൽ നല്ല തിക്ക് ലെയർ ആയിട്ട് തന്നെ അപ്ലൈ ചെയ്തതിന് ശേഷം കിടന്നുറങ്ങാം കേട്ടോ. രാവിലെ എഴുന്നേൽക്കുമ്പോഴത്തേന് ഭയങ്കര ഒരു ഗ്ലോയി എഫക്റ്റ് ഒക്കെ കിട്ടാനായിട്ട് ഹെൽപ്പ് ചെയ്യും. സോ അങ്ങനെ നിങ്ങൾക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം. പിന്നെ നിങ്ങളുടെ കൈമുട്ട്, കാലുമുട്ട്, അങ്ങനെയുള്ള സ്ഥലങ്ങളൊക്കെ ഡ്രൈ ആയിട്ടിരിക്കുന്ന സ്ഥലങ്ങളുണ്ടല്ലോ, അവിടെയെല്ലാം നിങ്ങൾക്ക് രാത്രിയിൽ ഇത് അപ്ലൈ ചെയ്ത് കൊടുക്കാം. പിന്നെ പ്രധാനമായിട്ടും പറയാൻ പോകുന്നത്, ഇതുപോലെ കാല് ക്രാക്ക് ആയിട്ടിരിക്കുന്ന ആൾക്കാരുണ്ടല്ലോ, കാല് രാത്രി കിടക്കുന്നതിന് മുന്നേ ഒന്ന് ക്ലീൻ ചെയ്ത് കൊടുത്തിട്ട് ഈ വാസലിൻ നല്ല തിക്കായിട്ട് അപ്ലൈ ചെയ്തിട്ട് ഒരു കോട്ടൺ സോക്സ് ഇട്ട് കിടന്ന് നോക്കുക. ഇത് നിങ്ങൾ ഡെയിലി കുറേ ദിവസം ഇങ്ങനെ ഡെയിലി അടുപ്പിച്ച് ഇങ്ങനെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ
നിങ്ങൾക്ക് നല്ല ബേബി സോഫ്റ്റ് ആയിട്ടുള്ള കാല് കിട്ടും കേട്ടോ. അടിപൊളിയായിട്ട് വർക്ക് ചെയ്യുന്ന ഒരു ഹാക്കാണിത്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇത് അടിപൊളിയാണ് കേട്ടോ. ഇങ്ങനെയൊക്കെ നമുക്ക് വാസലിൻ യൂസ് ചെയ്യാവുന്നതാണ്. പിന്നെ ഇതൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ടെങ്കിലും നിങ്ങളുടെ സ്കിൻ ഓയിലി ആൻഡ് ആക്നെ പ്രോൺ സ്കിൻ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒഴിവാക്കുന്നതാണ് നല്ലത്. ഈവൻ കോമ്പിനേഷൻ സ്കിൻ ആണെങ്കിൽ പോലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയതിന് ശേഷം സ്കിന്നിൽ നല്ല രീതിയിൽ അപ്ലൈ ചെയ്ത് കൊടുത്താൽ കേട്ടോ. പക്ഷേ ഡ്രൈ സ്കിന്നിന് ഭയങ്കരമായിട്ട് വർക്കിംഗ് ആണ്. ഓയിലി സ്കിന്ന് ആക്നെ പ്രോൺ സ്കിന്നുകാരും ഇതൊരിക്കലും യൂസ് ചെയ്യാനായിട്ട് പാടില്ല കേട്ടോ. അപ്പോൾ അത് നിങ്ങൾ യൂസ് ചെയ്യാതിരിക്കുക. പക്ഷേ ഡ്രൈ സ്കിന്നിന് ഭയങ്കര എഫക്റ്റുള്ള സാധനമാണ്. നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ലിപ്സിലും ഐലാഷസും ഇതിൽ എന്തായാലും ഭയങ്കരമായിട്ടുള്ള റിസൾട്ടുള്ള ഒരു സാധനമാണ് കേട്ടോ ഈ വാസലിൻ. കാരണം എല്ലാ വീടുകളിലും കോമൺ ആയിട്ട് കാണപ്പെടുന്ന ഒരു സ്കിൻ കെയർ പ്രോഡക്റ്റ് എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. അത്ര എല്ലാ വീട്ടിലും ഭയങ്കരമായിട്ട് അവൈലബിൾ ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റാണ്. സോ എല്ലാവരും ഈ ഹാക്സ് ഒക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ടാറ്റാ ബൈ ബൈ, സീ യു.